അസ്സലാമലൈക്കും. അലൈൻ ജസ്ലലിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അലൈസാനയിൽ ലുലുവിന്റെ പുറകിൽ കോയക്കാട് ഷോപ്പ് ഉണ്ട്. ടെക്നോ സിറ്റി എന്ന പേര്. നമ്മളെ സൈക്കിൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇവിടെ കൊടുക്കുന്നത്. റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അലൈനിൽ ഒട്ടുമിക്ക സൈക്കിൾ ഷോപ്പുകളിലും ഈ സൈക്കിളൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന വ്യക്തിയാണ് കോയക്ക. അപ്പോൾ കോയക്കാക്ക് നമുക്ക് ആ സാധനങ്ങൾ ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് തരാൻ സാധിക്കും. അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. ഒപ്പം തന്നെ കോയക്കാട് എടുത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഷോപ്പിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാം. ലുലുവിൻ്റെയും പുറകിലായിട്ട് കാണുന്ന ടെക്നോ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അലൈനിലുള്ള ഒട്ടുമിക്ക സൈക്കിൾ ഷോപ്പുകളിലേക്കും ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോപ്പാണിത്. ഇത് കണ്ടോ, ഇത് ബാലൻസ് വീൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് കേടായിട്ടിരിക്കൽ തുടങ്ങിയിട്ട് കാലം കുറേ. ഇത് എവിടെ നന്നാക്കുന്നു എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ സനയിൽ ലുലുവിൻ്റെ പുറകിലായിട്ട് വെൽക്കത്തിൻ്റെ പിന്നിലായിട്ട് കോയക്കാട് ഷോപ്പിൽ നന്നാക്കി കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കടയിൽ പോയിട്ട് നോക്കാം. അസ്സലാമു അലൈക്കും. കോയക്ക, എന്താ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കല്ലേ? ഞാനൊരു ഇത് ചെറിയൊരു കംപ്ലൈന്റ് വാങ്ങിയിട്ട് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ അത് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ മുമ്പ് സംഭവമൊക്കെ ഞാൻ കേട്ടു. അപ്പൊ ഞാനൊരു അതല്ലേ, അപ്പൊ ഞാൻ ഇതൊന്നും നിങ്ങൾ ഇവിടെ വെച്ചോട്ടെ, സംസാരിക്കുന്നത് കറക്റ്റ് കിട്ടാനാ. ഞാൻ ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട് ഒപ്പം. കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഇതുപോലെയൊക്കെയുള്ള കുട്ടികളുടെ ടോയ്സുകളൊക്കെ റിപ്പയർ ചെയ്യുന്നത്, അതുപോലെ ഒതുങ്ങിയ വിലയിൽ ഈ സൈക്കിളൊക്കെ വാങ്ങല് ഒരുപാട് ഫാമിലീസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു കോയക്കാക്ക് എന്തെങ്കിലുമൊക്കെ വില കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഹോൾസെയിൽ ചെയ്യുന്ന നമുക്ക് പാർട്ടിക്ക് കൊടുക്കാം. നമ്മളുടെ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ ചെന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ അവരുടെ ലാഭം കൂടെ എടുത്തിട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോയക്കാണ് ഇവിടെ ഒട്ടുമിക്ക സൈക്കിൾ കടയിലൊക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ആള്. അപ്പൊ ആ ഹോൾസെയിൽ പ്രൈസിന് സാധനം ആള് നമുക്ക് തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അലൈനിൽ നമുക്ക് വന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് പോവാം. ചെയ്തു തരും. ആള് വീട്ടിൽ കൊണ്ടു തരും എന്ന് പറയണത്. അലൈനിലുള്ള ആളിലാണെങ്കിൽ നമ്മൾ അലൈനില് ചുറ്റുവട്ടത്തൊക്കെ എവിടെയെങ്കിലും ആൾ എത്തിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരും ഷോപ്പുകളൊക്കെ നമ്മൾ അലൈനിൽ ഉണ്ടായിട്ട് നമ്മൾ ഈ ഓൺലൈനിൽ കാണാത്ത സാധനമൊക്കെ ബുക്ക് ചെയ്താൽ കൊണ്ടുവന്ന് ഫിറ്റിങ്ങിന് ഒരു ചാർജ്, കൊണ്ടു തരണേന് പിന്നെ വാറ്റ്, അത് ഇത് അവസാനം സാധനം വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ അത് ചിലപ്പോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സാധനം ആയിരിക്കില്ല. വാറ്റില്ല. അത് വേറൊരു കാര്യം. 100 ദിവസത്തിന്റെ സാധനം വാങ്ങി 5% വാറ്റ് വരും. അപ്പോ ഇവിടെ വന്ന കോയക്ക അത് ഒഴിവാക്കി തരും. അതൊക്കെ ഇവര് തന്നെ അടച്ചോളാന്ന് പറയണത്. അതെ, അപ്പൊ കോയക്ക അത് ഏറ്റെടുത്തിട്ടുണ്ട്. കോയക്ക എന്താ സർവീസിന്റെ കാര്യം പറഞ്ഞ സർവീസ് ചാർജ് ഒന്നും വാങ്ങുന്നില്ല. സർവീസ് ചാർജും ഇല്ല. കോയക്ക ഇങ്ങനെ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും. പിന്നെ എന്തൊക്കെയാണ് കോയക്ക നമ്മ കുട്ടികളെ സൈക്കിളുകൾ, വലിയ സൈക്കിളുകൾ, കുട്ടികളുടെ സൈക്കിളൊക്കെ ഒരുപാട് മോഡലുകളുണ്ട്. പുതിയ മോഡൽ ഇപ്പൊ വന്നിരിക്കുന്നത് കുട്ടികളുടെ അല്ലെ. ഓക്കെ, ടോയ്സ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്കർ, ചെറിയ കുട്ടികൾക്ക് വേണ്ട ടോയ്സുകൾ, ചെറിയ കുട്ടികളുടെ സൈക്കിളുകൾ, അതുപോലെ തന്നെ വലിയവർക്കും വേണ്ട സൈക്കിളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ ടോയ്സുകളൊക്കെ, അതുപോലെ ഇലക്ട്രിക്കൽ ബൈക്കുകൾ, ഇതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള സൗകര്യവും എവിടെയുണ്ട്. ഈ ഒരു സൈക്കിളൊക്കെ ഞാനിപ്പോ ഇത് നമ്മളെ ഓൺലൈനിൽ വാങ്ങിയത് ഡൈകാസ്റ്റ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 600-ന്റെ അടുത്ത് വില വന്നിരുന്നു. നമുക്ക് ഇവിടെ എത്ര കൊടുക്കുന്നത്? 420. പെട്ടു. ഞാൻ ഓൺലൈനിൽ നിന്ന് മോന് ഈ ഡൈകാസ്റ്റ് വീല് ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ അലോയ് വീല് ടൈപ്പ് ഓൾമോസ്റ്റ് അതെ, നല്ല കംഫർട്ട് ആയിട്ടുള്ള ലെതർ. ഇതൊരു പുതിയ മോഡൽ സ്കൂട്ടർ ഇപ്പൊ പുതിയ മോഡൽ പറഞ്ഞു. ഇതിന്റെ ഏറ്റവും പ്രത്യേകത പിന്നെ ഇതിന്റെ സ്പീഡ് 70 ആണ്. 70 സ്പീഡ്. പിന്നെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് ബാറ്ററി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതിയ മോഡൽ ഇപ്പൊ വന്നാണ്. പിന്നെ അതിന് തന്നെ വേറൊരു മോഡൽ ഉണ്ട്. അതിന് ഇൻഡിക്കേറ്റർ ഉണ്ട് തോന്നുന്നു അല്ലേ? രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ ഒക്കെ. ഓക്കെ. പിന്നെ 60 സ്പീഡ് ഉള്ളൂ. 70 സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡല്ലേ? ആണ്, പക്ഷെ അത് കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ഇത് ഞങ്ങൾ വിൽക്കുന്നത് 625 മാർക്കറ്റ്. ഇപ്പോൾ 625 ഏറ്റവും കുറച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ബാറ്ററി ലൈഫ് ഒക്കെ ബാറ്ററി കൺട്രോൾ ഇത് ഒരു വർഷം കറക്റ്റ് ബാറ്ററി കിട്ടും. അല്ല, നമുക്ക് ഒരു ചാർജിലൊക്കെ ഒരു ചാർജ് ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 35-40 കിലോമീറ്റർ ആവറേജ് കിട്ടും. പക്ഷെ അത് ഇത് നല്ല ലൈറ്റ് വെയിറ്റും അല്ലേ? നമുക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകണേ പൊക്കി വെച്ച് കൊണ്ടുപോകാനൊക്കെ അത്ര വെയിറ്റും ഇല്ല അല്ലേ? മാത്രമല്ല ഇതിപ്പോ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇതുവരെ ഈ മോഡൽ MI വണ്ടിന്റെ ടയർ 8-ന്റെ താഴെയായിരുന്നു. ഇത് 10 ആണ്. 10 അല്ലേ? ആ വണ്ടിന്റെ നടന്നുണ്ടെങ്കിൽ അത് പഞ്ചറാവാത്ത ട്യൂബ് ടയർ ഫൈബർ ആണ്. അപ്പൊ എല്ലാ സൊല്യൂഷനായി കുറെ ബെനിഫിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇത് വാങ്ങാൻ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ ടയർ പഞ്ചറാവാന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ട്. അപ്പൊ പഞ്ചറാവാത്ത ടയർ അതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് എന്ത് മുള്ളിക്കൂടെയും കല്ലിക്കൂടെയും പോവാം. രണ്ടാമത്തെ കാര്യം ഇൻഡിക്കേറ്റർ ഉണ്ട്. മൂന്നാമത്തെ കാര്യം വെയിറ്റ്ലെസ് വണ്ടിയാണ്. വെയിറ്റ്ലെസ് വണ്ടി മാത്രമല്ല, പ്ലാറ്റ്ഫോമിലൊക്കെ ലൈറ്റ് ഒക്കെ ഉണ്ട്. രാത്രിയൊക്കെ പോകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 70 സ്പീഡ് വരെ പോകുന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം
ഹെൽമെറ്റ് ഒക്കെ വെയർ ചെയ്യുക, ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുക. എത്ര സ്പീഡുള്ള വാഹനമൊക്കെ ആകുമ്പോൾ കുട്ടികളെ കയ്യിൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഫെസിലിറ്റീസ് ഓരോ പുതിയ പുതിയ വണ്ടികൾ വരുമ്പോൾ പുതിയ പുതിയ ഫെസിലിറ്റീസുകൾ വരും. അപ്പൊ അത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അത് നമ്മളെ ഭാഗത്താണ്. സൈക്കിളിന്റെ ഒക്കെ ആക്സസറീസും ഉണ്ട് നമ്മളിൽ, ഈ ട്യൂബും അതൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അറിയാം. ഞാൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിലൊക്കെ കോയക്കാരെ കാണാം, പക്ഷെ ഇതിന് ബിസിനസ് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. നിങ്ങൾ ഒരു തവണയെങ്കിലും നമ്മളെ കോയക്കാട് ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സർവീസുകളും പിന്നെ അവർ തരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെ വരുന്നതിന് മുന്നായിട്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വില ചോദിച്ചതിന് ശേഷം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ വില ഡിഫറൻസ് മനസ്സിലാവും. കാരണം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ ഈ സൈക്കിൾ വാങ്ങിയത് 600 ദിറംസിന്റെ അടുത്ത് വില ആയിട്ട് ഞാൻ വാങ്ങിയത്. അത് 420 ദിറംസിനാണ് കോയക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ ഇനി എക്സ്പ്ലനേഷൻ വരേണ്ട കാര്യമില്ലല്ലോ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.